ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഞാൻ മനസ്സിലാലോചിച്ചൊരു കാര്യമായിരുന്നു. നമ്മളൊക്കെ ട്രെയിനിൽ എപ്പോഴും യാത്ര ചെയ്യും, റെയിൽവേ സ്റ്റേഷനിൽ പോകാറുണ്ട്. പലരെയും യാത്ര അയക്കാനും പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വരെ റെയിൽവേ സ്റ്റേഷൻ ആകെ മലിനമായ ഒരു സ്ഥലമായിരുന്നു. എന്ന് വെച്ചാൽ ട്രെയിനിലെ ടോയ്ലറ്റുകൾ ഡയറക്റ്റ് റെയിലിലേക്കാണ് ആയിരുന്നു തുറന്നിരുന്നത്. അത് എനിക്ക് ഇന്ന് ഞാൻ അവിടെ ഇരുന്നത് ആലോചിച്ചപ്പോൾ എനിക്ക് ആകെ ഭയങ്കര അസ്വസ്ഥത തോന്നി. അങ്ങനെ ആയിരുന്നു എന്നുള്ളത്. പക്ഷേ വർഷങ്ങളോളം അത് അങ്ങനെ തന്നെ ആയിരുന്നു. അതിൽ ആർക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയായിരുന്നു നമ്മുടെ സിസ്റ്റം. വെച്ചാൽ ട്രെയിനിലത്തെ ടോയ്ലറ്റുകൾ ഡയറക്റ്റ് ഓപ്പണാണ് അടിഭാഗം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന 1ഉം 2ഉം ഒക്കെ ഡയറക്റ്റ് റെയിൽ പാളത്തിലേക്ക് വീഴും. ട്രെയിൻ ഇങ്ങനെ പോകുമ്പം ആ സംഭവങ്ങളൊക്കെ റെയിലിൽ വീണുകൊണ്ട് അങ്ങനെ പോകും. ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ തടിച്ചു കൂടുന്ന ഒരു സ്ഥലം. പല പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ഭക്ഷണ സാധനങ്ങളും പാർസലും പിന്നെ മനുഷ്യന്മാരും കുട്ടികളും എല്ലാവരും പെരുമാറുന്ന ഒരു സ്ഥലത്ത് ഈ മലമൂത്ര വിസർജ്യങ്ങൾ ഡയറക്റ്റ് ഓപ്പണായിട്ട് കവർ ചെയ്യാതെ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ റെയിലിൽ കൂടി ഒഴുകി നടക്കുന്ന ഒരവസ്ഥയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വരെ. അപ്പം വൃത്തികെട്ട മണവും ഒക്കെ ഉണ്ടാവും. ട്രെയിനിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, നമ്മൾ സ്റ്റേഷനിലെത്തുമ്പം ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് എന്ന് പറയുമെങ്കിലും എല്ലാവരും ആ സമയത്താണ് ചെയ്യുക. കാരണം ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഭയങ്കര അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയിട്ട് വേണം ട്രെയിനിലത്തെ ടോയ്ലറ്റിൽ പോകാൻ. അവിടെ ഇവിടെയും പിടിച്ചിട്ടും കുലുങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ് വീണിട്ടൊക്കെയാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നടത്താറ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ട്രെയിൻ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തുന്ന സമയത്താണ് ഇതിനുള്ളിൽ കയറി നമ്മളുടെ സംഭവങ്ങളൊക്കെ നടത്തുന്നത്, 1ഉം 2ഉം. എന്നിട്ട് അത് അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ആ സ്റ്റേഷനിൽ ഡയറക്റ്റ് നിലത്തേക്ക് വെച്ചാൽ റെയിലിലേക്ക് വീഴും. ഈ റെയിൽ ക്രോസ് ചെയ്തിട്ടാണ് കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കക്കൂസ് തന്നെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്രയും കാലം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കൊരു ലജ്ജ തോന്നുകയാണ്. പക്ഷേ അതിനൊരു ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു വർഷങ്ങളോളമായിട്ട് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴോ ഒരു മുഹൂർത്തത്തിൽ പെട്ടെന്ന് അതിനൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി എല്ലാ ടോയ്ലറ്റുകളും ഈക്കോ ഫ്രണ്ട്ലി ആക്കി മാറ്റി. എന്ന് വെച്ചാൽ അതിലത്തെ വൃത്തികേടുകളൊക്കെ ശേഖരിച്ചിട്ട് എവിടെയും കളയുന്നുണ്ടാവും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, എന്താ അതിൻ്റെ ഡീറ്റെയിൽ. ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. എന്തായാലും ഒരു ടോയ്ലറ്റിൽ നിന്ന് പോലും ഒരു സാധനവും റെയിലിലേക്ക് വീഴുന്നില്ല ഇപ്പോൾ. അപ്പോൾ നമ്മളത് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എവിടെയോ അതിനുള്ള സംഭരണികൾ ഉണ്ടാവുമായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഇപ്പോൾ ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും റെയിൽപ്പാളങ്ങളെല്ലാം നല്ല നീറ്റാണ്. ലീക്കേജും പ്രശ്നങ്ങളും വേസ്റ്റ് ഇട്ടതൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മളുടെ മലമൂത്ര വിസർജ്യങ്ങളൊന്നും ഇപ്പോൾ ഒരു